വാപ്പച്ചിയെ പലതവണ താൻ പറ്റിച്ചിട്ടുണ്ടെന്ന് പൊതു അഭിമുഖങ്ങളിലും പൊതുവേദികളിലുമൊക്കെ ദുൽഖർ സൽമാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ദുൽഖറിന്റെ ഒരു സിനിമയിലും മമ്മൂട്ടി പ്രൊമോട്ട് ചെയ്യാറുമില്ല. അങ്ങനെയുള്ള മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പേജിൽ ദുൽഖറിന്റെ കുറുപ്പ് എന്ന സിനിമയുടെ പോസ്റ്റർ വരുന്നത് ഇത് കണ്ട് ആരാധകർ അടക്കം ഒന്നടങ്കം ഞെട്ടി. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്ന് സംശയിച്ച ആരാധകർ ഒടുവിൽ ദുൽഖർ സത്യം വെളിപ്പെടുത്തി. വാപ്പച്ചിയുടെ പേജിൽ കയറി അത് ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് ഒരു കള്ളച്ചിരിയോടെ ദുൽഖർ കുറുപ്പിന്റെ വാർത്താ സമ്മേളനത്തെ തുറന്നു പറയുകയും ചെയ്തു. വാപ്പച്ചിയെ പറ്റിക്കുന്ന പരിപാടി ദുൽഖർ ഇതുവരെ നിർത്തിയിട്ടില്ലെന്നാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ദുൽഖർ തന്നെയാണ് ചതിച്ചതെന്ന് ലോക ചാപ്റ്റർ വൺ ചന്തയിലെത്തുന്നതിന് പറയുകയാണ് മമ്മൂട്ടി. ദ ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി. ലോക ചാപ്റ്റർ വൺ ചന്ദ്രയെ മൂത്തോൻ എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തി എന്നാണ് സിനിമാ ലോകം കണ്ട് ലോകം മുഴുവൻ ആരാധകരെ വിശ്വസിച്ചത്. എന്നാൽ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ആ ചതി താൻ തിരിച്ചറിഞ്ഞത് എന്നാണ് ഇപ്പോൾ മമ്മൂട്ടി പറയുന്നത്. ലോകയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ദുൽഖറിന്റെ സുഹൃത്താണ് എന്നോട് വന്ന് ഒരു വോയിസ് ഓവർ കൊടുക്കണം എന്ന് പറഞ്ഞത്. വേണ്ട എന്ന് പറയുന്ന ഒറ്റ സീന് മാത്രമാണ് വോയിസ്. ഞാനത് കൊടുക്കുകയും ചെയ്തു. സിനിമ റിലീസ് ചെയ്തപ്പോഴാണ് മൂത്തോൻ എന്ന കഥാപാത്രത്തിന് വേണ്ടിയാണ് ആ ശബ്ദം കൊടുത്തത് എന്ന് ഞാൻ അറിയുന്നത്. അതിൽ ഒരു കൈ കാണിക്കുന്നത് അത് മൂത്തോനൻ്റെ ആ കൈ എൻ്റേതാണെന്നും പറയുന്നു. വാസ്തവത്തിൽ അത് എൻ്റെ കൈയല്ല. ശരിക്കും അവർ എന്നെ ചതിച്ചതാണ്. ഇപ്പോൾ അത് എൻ്റെ ഉത്തരവാദിത്തമായി. മൂത്തോൻ എന്ന കഥാപാത്രം ഇനി ചെയ്യേണ്ടി വരുമെന്നും മമ്മൂട്ടി പറയുന്നു.